ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, എമ്പുരാൻ ഇത്രത്തോളം കളക്ഷൻ നേടിയിട്ടും എമ്പുരാൻ എന്തുകൊണ്ട് മഞ്ഞുമൽ ബോയ്സിനെ മറിച്ചിട്ടിട്ടില്ല എന്നുള്ളത്. മഞ്ഞുമൽ ബോയ്സ് വരിനി എത്ര ദൂരമുണ്ട്, ഇപ്പോൾ കളക്ഷനിൽ കുറവുണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയോട് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ദയവേത് ഈ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കണ്ടിട്ട് വേണം നിങ്ങൾ റിപ്ലൈ അല്ലെങ്കിൽ മറുപടി ഇടാൻ. കാരണം നിങ്ങൾ അങ്ങും ഇങ്ങോട്ട് കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ താഴെ വന്ന് കമൻസ് ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നല്ല രീതിയിൽ ഞാൻ ഒരു കാര്യത്തിന് അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത്, ഇനി മഞ്ഞുമൽ ബോയ്സുമായിട്ട് എത്ര ദൂരമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല. ഇനി മഞ്ഞുമൽ ബോയ്സിനെ മറിച്ചിടാൻ വെറും 11 കോടി രൂപയുടെ ആവശ്യമേ ഉള്ളൂ 2 ദിവസത്തെ കളക്ഷൻ കൊണ്ട് തന്നെ. ഇപ്പം ഇടിവുണ്ടായിട്ടുണ്ട്, ബോക്സ് ഓഫീസ് കളക്ഷനിൽ കുറച്ച് ഇടിവുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു സിനിമയ്ക്ക് ആദ്യത്തെ ആഴ്ച കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഇടിവുണ്ടാകും. ആ ഇടിവ് തന്നെയാണ് എമ്പുരാനുണ്ടായിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഇടിവുണ്ടായി എന്ന് പറയുമ്പം സാധാരണ ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന കളക്ഷൻ, ഓപ്പണിങ്ങിൽ ലഭിക്കുന്ന ഒരു കളക്ഷൻ, ഇപ്പോൾ നമുക്ക് മോഹൻലാൽ ചിത്രങ്ങളായാലും മമ്മൂട്ടി ചിത്രങ്ങളായാലും അങ്ങനെയുള്ള വലിയ ഹൈപ്പുള്ള ചിത്രങ്ങൾ വന്ന് ആദ്യ ദിനം നേടുന്ന കളക്ഷനേക്കാൾ കൂടുതൽ എമ്പുരാൻ ഇപ്പോഴും നേടുന്നുണ്ട്. അത് ഇടിവുണ്ടായിട്ട് ശേഷമാണ്. ഇടിവുണ്ടാകുന്നതിന് മുമ്പ് അതിൻ്റെ ഇരട്ടി നേടിക്കൊണ്ടിരുന്ന സിനിമ ഇപ്പം ആ ആദ്യ ദിന കളക്ഷനേക്കാളും കൂടുതൽ ഇപ്പോഴും നേടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം കളക്ഷൻ ഇടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമയ്ക്ക് കളക്ഷൻ കയറുന്നുണ്ട്. ഒരു വർക്കിംഗ് ഡേയ്സിലൊക്കെ കുറച്ച് കുറയും. ആ ഒരു കുറവ് മാത്രമേ ഇപ്പോഴും എമ്പുരാൻ സംഭവിച്ചിട്ടുള്ളൂ. ഈ വീക്കിൽ തന്നെ, അതായത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വെള്ളി, ശനിയാഴ്ചയോട് കൂടി തന്നെ ഈ സിനിമ മഞ്ഞുമൽ ബോയ്സിൻ്റെ റെക്കോർഡ് മറികടക്കും. ഏറിപ്പോയാൽ ഞായറാഴ്ച, എന്തായാലും ഞായറാഴ്ചയ്ക്ക് അപ്പുറം ഒരിക്കലും പോകില്ല. മഞ്ഞുമൽ ബോയ്സുമായിട്ട് ഇനി വെറും 11 കോടി രൂപയുടെ ദൂരമേ ഉള്ളൂ. ഇപ്പം തന്നെ 5-6 കോടി രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ പോലും 2 ദിവസം കൊണ്ട് വെള്ളി ശനി എന്നുള്ള ദിവസം, ശനിയാഴ്ച വൈകുന്നേരം തന്നെ ഇതിൻ്റെ പോസ്റ്റർ വെളി വരും. കാരണം മോസ്റ്റ് ഗ്രോസിംഗ് മലയാള മൂവി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇത് ഇവർ തന്നെ, ആശീർവാദ് സിനിമാസോ അല്ലെങ്കിൽ പൃഥ്വിരാജ് തന്നെ വെളിവിടാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം കളക്ഷൻ ഇപ്പം നേടുന്നുണ്ട്. 240 കോടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ മഞ്ഞുമൽ ബോയ്സ് ആജീവനാന്തം അല്ലെങ്കിൽ മൊത്തത്തിൽ ആഗോളതലത്തിൽ നേടിയ കളക്ഷനാണ് 240 കോടി എന്ന് വെച്ചാൽ അതിൻ്റെ ലൈഫ് ടൈം കളക്ഷനാണ് ഈ 8 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 9 ദിവസം കൊണ്ടോ മാക്സിമം 10 ദിവസം കൊണ്ടോ എമ്പുരാൻ മറികടക്കുന്നത്. അപ്പം മഞ്ഞുമൽ ബോയ്സിന് ആഗോളതലത്തിൽ നേടാൻ കഴിഞ്ഞ 240 കോടി വെറും 10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 9 ദിവസം കൊണ്ട് ലാലേട്ടൻ നേടി എന്ന് പറയുമ്പോഴത്തേക്ക് ലാലേട്ടൻ്റെ ഫാൻസ് പവർ ഒന്ന് ആലോചിച്ച് നോക്കണം. അന്യായ ഫാൻസ് പവറുള്ളൊരു നടനാണ് ലാലേട്ടൻ, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴും സിനിമ ഇറങ്ങാൻ 5 ദിവസം ബാക്കി നിൽക്കാൻ പോലും ഒരു പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യാത്ത ബസൂക്കയൊക്കെ ഈ സിനിമയെ കണ്ട് പഠിക്കണമെന്ന് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്ക്, ആ ഫാൻസുകാർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. അവരിപ്പോഴും പണ്ടത്തെ 1980-ലാണ്. അവർക്ക് ഇത് വേണ്ട. ചിലപ്പം റിലീസിൻ്റെ തലേ ദിവസം ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ വയ്ക്കും. അതായിരിക്കും അവരുടെ മാക്സിമം പ്രൊമോഷൻ. ഒരു പയ്യൻ വീഡിയോ എന്തോ കമൻറ്റ് ഇടുന്നത് കണ്ടു, ഒരു ഗ്രൂപ്പായിട്ടുള്ള എന്തോ ഒരു വീഡിയോ എഴുതി വന്നിട്ടുണ്ടെന്ന്. അതാണ് അവരുടെ പ്രൊമോഷൻ. അപ്പോൾ ആ തലത്തിൽ വിചാരിച്ചാൽ മതി, അത്രയേ ഉള്ളൂ പ്രൊമോഷൻ. അവർക്ക് സിനിമ വിജയിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. സിനിമ ഇറക്കുക, 66 കോടി രൂപയാണ് സിനിമയ്ക്ക് മിക്സഡ് റിവ്യൂ വന്നതിൽ, അല്ലെങ്കിൽ ഒരുവിധം നല്ല അഭിപ്രായം നേടിയ സിനിമയ്ക്ക് 20 കോടി രൂപ കിട്ടും. പ്രൊഡ്യൂസറിന്, അതായത് സരിഗമയ്ക്ക് ഒരു 6 കോടി രൂപ അവർക്ക് കിട്ടും കളക്ഷനായിട്ട്. 66 കോടിയിൽ 60 കോടി രൂപ പോകും. എന്നാലും അവർക്ക് ആ 20 കോടി രൂപ ലഭിച്ചതാണ് അവർക്ക് വലിയ കാര്യം. അല്ലാതെ പ്രൊഡ്യൂസർ പിച്ചെടുക്കുന്നതിൽ കാര്യമില്ല. സരിഗമ 60 കോടി രൂപ പോലും പിച്ചെടുക്കുന്ന ഗ്രൂപ്പല്ല. പക്ഷേ അവർക്ക് അതൊന്നും പ്രശ്നമില്ല. 20 കോടി രൂപ നേടണമെന്നാണ് അവർക്ക് പ്രശ്നം. 66 കോടി രൂപ ബഡ്ജറ്റ് ഉണ്ടെന്നോ, സിനിമയ്ക്ക് 20 കോടി രൂപയെ കളക്ഷൻ കിട്ടിയെന്നോ, ഈ പ്രൊഡ്യൂസറിന് 6 കോടിയെ കിട്ടിയുള്ളൂ എന്നൊന്നും അവർക്കറിയേണ്ട ആവശ്യമില്ല. അവർക്ക് 20 കോടി രൂപ കളക്ഷൻ കിട്ടി എന്നാണ് അവരുടെ ഒരു വാഗ്വാദം. അപ്പം നമുക്ക് എമ്പുരാനെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ, എമ്പുരാന് കളക്ഷൻ കുറച്ച് കുറയുന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകളാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം പണ്ടത്തെ കളക്ഷനൊന്നും ഇല്ല. മറ്റേ വെട്ടിച്ചുരുക്കിയതിന് ശേഷം, അല്ലെങ്കിൽ 2 മിനിറ്റ് വെട്ടിയതിന് ശേഷം കളക്ഷൻ വളരെ നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. അത് 2 മിനിറ്റ് വെട്ടിയൊന്നുണ്ടോ അല്ല ഈ കളക്ഷൻ ഇടിഞ്ഞത് സ്വാഭാവികമായിട്ട് കേരളത്തിൽ എത്ര ആൾക്കാരുണ്ടെന്നാണ് നിങ്ങൾ വിചാരം? കേരളത്തിലുള്ള ആൾക്കാരൊക്കെ സിനിമ കണ്ട് കഴിഞ്ഞു. കേരളത്തിൽ ഇനിയും ഇത്രയും 5 കോടി രൂപയൊക്കെ ഇപ്പോഴും കളക്ഷൻ കിട്ടുമെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് അത്ഭുതമാണ്. കാരണം ഈ 14, 15, 11 ഇങ്ങനെ ഇത്രയും 70-80 കോടി രൂപയോളം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത ചിത്രം വീണ്ടും 5 കോടി രൂപ വെച്ച് ദിവസം പോകുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത് അത്ഭുതമാണ്. 5 കോടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓപ്പണിംഗ് ഡേ പോലും ആർക്കും കിട്ടാത്ത കളക്ഷനാണ് ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ശനിയാഴ്ചയോട് കൂടി തന്നെ ഈ സിനിമ ബോക്സ് ഓഫീസിൽ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം എന്നുള്ള നിലയിൽ ശനിയാഴ്ചയോടുകൂടി തന്നെ, അടിവരയിട്ട് പറയുന്നു, ശനിയാഴ്ചയോടുകൂടി തന്നെ ഈ സിനിമയുടെ ആഗോളതലത്തിൽ, അല്ലെങ്കിൽ ഇത് ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്നുള്ളൊരു പോസ്റ്റർ ഉടനെ തന്നെ വെളി വരും. അപ്പം എല്ലാവരുടെയും
കിട്ടും. ഓക്കെ, നന്ദി, നമസ്കാരം.